AK നസീർ പുനലൂരിൽ നിന്നിട്ടാണ്. ഇപ്പോൾ ഒരു അർജന്റ് വാർത്ത നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇടുന്നത്. തീർച്ചയായിട്ടും പരമാവധി ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഒരു ഉപകാരമാട്ടെ. നമ്മുടെ കയ്യിലിരിക്കുന്ന ലൈസൻസ്, എനിക്ക് ഡ്രൈവിംഗ് സ്കൂളാണ്, AK മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ പുനലൂരാണ്. പരസ്യം പറയാൻ എല്ലാം അറിയാൻ വേണ്ടിയാണ്. പുനലൂരാണ്, റെയിൽവേ ഗേറ്റിന് ഇപ്പുറത്ത്, പുനലൂർ ടൗണിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ലൈസൻസ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. ലൈസൻസ് പുതുക്കുന്നതിന് ഇന്നലെ വരെ 1 മാസം കാലാവധി ഉണ്ടായിരുന്നു. ഇന്നലെ മെനഞ്ഞാന്ന് വരെ 1 മാസം കാലാവധി ഗ്രേസ് പീരീഡ് നമുക്ക് കിട്ടുമായിരുന്നു. 550 രൂപ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നലെ മുതൽ നമ്മൾ ആരും അറിയാതെ 1000 രൂപ കൂടെ കമ്പ്യൂട്ടറിൽ ആഡായിരിക്കുകയാണ്. അതായത് 1 ദിവസം പോലും നമുക്ക് ഗ്രേസ് പീരീഡ് ഇല്ല. ഇന്ന് തീരുവാണെങ്കിൽ ഇതിനു മുമ്പിട്ട് പുതുക്കിയിരിക്കണം എന്നുള്ളതാണ് ഗവൺമെന്റ് തീരുമാനം, കേന്ദ്ര ഗവൺമെന്റ് തീരുമാനം. അടിയന്തരമായി നിങ്ങളുടെ കയ്യിരിക്കുന്ന ലൈസൻസ് എടുത്ത് നോക്കണം. ലൈസൻസ് എത്ര കാലാവധി ആയോ തീരാറായോ എന്ന് നിങ്ങൾ നോക്കുക. കൂടാതെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രവാസികൾ അടിയന്തരമായി ഈ ലൈസൻസിന്റെ താഴെ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ എന്ന് എഴുതിയിട്ടുണ്ട്, അവിടെ ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കുക. കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും പോക്കറ്റിൽ നിന്നും നിങ്ങൾ കഷ്ടപ്പെടുന്ന പൈസ ഒരു കാര്യമില്ലാതെ നഷ്ടപ്പെടാൻ പോവുകയാണ്. ലൈസൻസ് പുതുക്കുന്നതിന്റെ പേരിൽ 1000 രൂപയാണ് ഫൈൻ. അത് കണക്ക് തന്നെ പെർമിറ്റ്, നിങ്ങൾക്കൊക്കെ ഓരോ വാഹനങ്ങൾ കാണും, ടാക്സി വാഹനങ്ങൾ പെർമിറ്റ് ഉണ്ട്. പെർമിറ്റിന് 10,000 രൂപയാണ് ഫൈൻ പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യമായി നിങ്ങളുടെ കയ്യിരിക്കുന്ന ലൈസൻസ് പെർമിറ്റും ടാക്സി വാഹനങ്ങളുടെ പെർമിറ്റ്, ഇത് ഡ്രൈവർമാർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. എത്രയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഷെയർ ചെയ്ത് വിട്ടാൽ ഡ്രൈവർമാർക്ക് ഉപകാരമാവും. ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐ ടെസ്റ്റും ഒരു മെഡിക്കലും ഏറ്റവും അടുത്തുള്ള കണ്ണാശുപത്രി പോയി എടുത്തതിന് ശേഷം അതിന്റെ ബാക്കി ഫോമുകളും ബാക്കിയൊക്കെ കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈനിൽ തന്നെ ഉണ്ട്, അത് മേടിച്ചിട്ട് നിങ്ങൾ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ സമയമില്ലാത്തവർ ആരെങ്കിലും ഏൽപ്പിക്കുകയോ നേരിട്ട് സമയമുള്ള നേരിട്ട് ആർട്ടിസി കൊണ്ട് അടയ്ക്കുകയോ ചെയ്യുക. കയ്യിരിക്കുന്ന കഷ്ടപ്പെടുന്ന പൈസ പോകാതിരിക്കണമെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട 850 രൂപയാണ് കൂലിപ്പണിക്കാനുള്ള ശമ്പളം. അത് മനസ്സിലാക്കണം. ഒരു ദിവസം കഷ്ടപ്പെടുന്ന പൈസയാണ് ഒരു കാര്യമില്ലാതെ ഗ്രേസ് പീരീഡ് വരെ എടുത്തു കളഞ്ഞ് ഇപ്പോൾ ഗവൺമെന്റ് മേടിക്കാൻ പോകുന്നത്. അതിനെതിരെ ശക്തമായ കൂടുതൽ സമരങ്ങളുമായിട്ട് ഡ്രൈവർമാർക്ക് മുമ്പോട്ട് വരുമായിരിക്കും. പക്ഷെ അതിനു മുമ്പിട്ട് ഇപ്പോൾ കമ്പ്യൂട്ടറിൽ ഉള്ള ആക്ടിവേഷൻ ഇതാണ്. അതായത് 1 ദിവസം കഴിഞ്ഞാൽ 1000 രൂപ കൂടെ അഡീഷണൽ പൈസയാവും. പെർമിറ്റ് തീർന്നാൽ 10,000 രൂപ ആവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ മെസ്സേജ് പാസ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂളിലോ അല്ലെങ്കിൽ അടുത്തുള്ള RTO ഓഫീസുമായിട്ടൊക്കെ ബന്ധപ്പെടുക. അവരൊക്കെ വേണ്ട സഹായങ്ങൾ ചെയ്തുതരും. ഡയറക്റ്റ് ആയിട്ടോ പോയാൽ അതിന് എൻക്വയറി ഓഫീസുണ്ട്, അവിടെ അവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. എത്രയും പെട്ടെന്ന് കയ്യിരിക്കുന്ന ലൈസൻസ് എടുത്ത് വെച്ച് നോക്കുക, കയ്യിരിക്കുന്ന പെർമിറ്റ് എടുത്ത് വെച്ച് നോക്കുക. ഓക്കെ, ബൈ.